മന്ദാകിനി എന്ന് പറഞ്ഞ സിനിമയുടെ ബാക്കി സീനാണ് നമ്മളിന്ന് എടുക്കുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആപ്പിളും മുന്തിരിക്കൊക്കെ അവൻ ജ്യൂസ് കുടിക്കാനായിട്ട് അടുക്കളയിൽ വരുന്ന രംഗമാണ്. അമ്പിളി കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു എഫക്റ്റും തോന്നുന്നില്ല. അമ്പിളി വന്നിട്ട് കുറെ നേരമായോ? ഞാൻ വന്നിട്ട് 10-25 കൊല്ലമായി. അമ്പിളിയുടെ സെൻസ് ഓഫ് ഹ്യൂമറിനെ പറ്റി പെണ്ണ് കാണാൻ നേരത്തെ ആരും പറഞ്ഞില്ല. നൈസ് കോമഡി. കണ്ണു പിടിക്കണല്ലോ. ആ താങ്ക് യു. എന്തിനാണ്? അല്ല, ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഈ സാരി ഉടുത്തത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പോനും പറ്റൂ. ആ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തോ ചേച്ചിയുടെ അടുത്തോ പറഞ്ഞാൽ മതി കേട്ടോ. അവർ ഫുൾ ടൈം ഓണാ. കുറേ നേരമായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്പിളിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ കേട്ടോ. ആരോമലേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പറയരുത്, ജമ്മണ്ടങ്ങ് പറയരുത്. എനിക്ക് മനസ്സിലാവണല്ലോ. അളിയൊന്ന് ക്ലിയർ ആയിട്ട് പറയൂ. എടാ, ആദ്യ രാത്രി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ അമ്പിളി ചിലപ്പോൾ ചോദിക്കും പ്രേമുണ്ടായിരുന്നോ സെറ്റപ്പ് ഉണ്ടായിരുന്നോ. ഒന്നും വിട്ടു പറയരുത്. പറഞ്ഞ ലൈഫ് ടൈം തീർന്നു. ഇനി അവളോട് വേണമെങ്കിൽ ചോദിക്കാം, അതിന് തെറ്റൊന്നുമില്ല. അവളായിട്ട് എന്തെങ്കിലും പറഞ്ഞ അതൊരു ബോണസാ. ഈ ഉണ്ണിയളിയൻ പ്രേമം ഉണ്ടായിരുന്നോന്ന്? ഞാനോ? നെവർ. യു ലക്കി. ഇത് പറയാനാണ് ഇത്ര നേരം എടുത്തേ? എന്തത്? എന്നാ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത്. ആര്? സുജിത്ത് വാസു. ബിജിത്തോ? സുജിത്ത് വാസു. എന്തിനാണ് അറിയണത്? ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാന്ന് അറിയാം അവനെ പ്രേമിച്ച്. പക്ഷെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. ഫസ്റ്റ് നൈറ്റിൽ ശവത്തെ കുത്തല്ലമ്പളി. ആരോമലേട്ട, എനിക്ക് മനസ്സ് തുറന്നു സംസാരിക്കണം. എന്താ അവന്റെ പേര്? സുജിത്ത് വാസു. എന്ത് വാസു? സുജിത്ത് വാസു. അപ്പോഴാണ് വെള്ളം അടിച്ചതിന്റെ മണം കിട്ടുന്നത്. ആ ജ്യൂസിന്റെ ഗ്ലാസ് അവിടെ ഇരിക്കുന്നു. ആപ്പിൾ മുന്തിരി ഓറഞ്ച് മെയ്ഡ് ഇൻ കാനഡ. മെയ്ഡ് ഇൻ കാനഡയൊക്കെ അടിച്ചിട്ടിരിക്കുവാണ്. ആരോമലേട്ടനെ പുറത്തു പോയിട്ട് ഇപ്പൊ വരാം. അമ്പിളി ഓർമ്മകളൊക്കെ അയവിറക്കിയിട്ട് ഇവിടെ കിടന്നോ? ചാച്ചിക്കോ? എനിക്ക് കാണുന്ന സുജിത്തിനെ. ആ കാണാം. ഇപ്പൊ കാട്ടിത്തരാട്ടാ. കാട്ടിത്തരാം. ഇത് മൊത്തം വെള്ളോടി ടീമുകളാ. അമ്പിളി കുടിച്ചാകെ പ്രശ്നമോ ഇന്ന്? നമ്മുടെ അമ്പിളി കുടിക്കോ? നിങ്ങൾ എനിക്ക് വേണ്ടി കുടിക്കാൻ ഓറഞ്ചും ഐസ് ക്യൂബും നന്നാരി സർവത്തൊക്കെ വെച്ചൊരു സാധനം ഉണ്ടാക്കിയില്ലേ? അതാരെന്റെ മുറി കൊണ്ട് വെച്ചത്? ഞാൻ ചോദിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് കുടിക്കാനായി ഉണ്ടാക്കിയ സാധനം എന്റെ മുറിയിൽ ആരും കൊണ്ടുവച്ചത്? ഞാൻ. നിന്നോട് അടുക്കളയിൽ വെക്കാനല്ലേ പറഞ്ഞേ? അടുക്കളയിൽ വെച്ച് ആരെങ്കിലും എടുത്ത് കുടിക്കണ്ടെന്ന് സേഫ് ആക്കി ഞാൻ റൂമിൽ കൊണ്ടുവച്ചല്ലോ. എന്നിട്ട് നീ അളിയനോട് പറഞ്ഞാ? ഞാൻ സാധനം വെച്ചൊന്ന് പുറത്തുനിന്ന് അളിയനെ കാണിച്ചില്ലേ? ഇങ്ങനെ സാധനം ഉള്ളിരിപ്പുണ്ടെന്ന് ഇങ്ങനെ കാണിച്ച അളിയ ഇങ്ങനെ. ആരും പറഞ്ഞിട്ടില്ല. ഞാൻ നൈസായിട്ട് ഇവിടെ മുറി കടത്തിട്ട് പോന്നേക്കണത്. അല്ല, അത് മൊത്തം കുടിച്ചായിരുന്നു. മൊത്തം കുടിച്ചോ പാതി കുടിച്ചോ ഒന്നും എനിക്കറിയാൻ പാടില്ല. അവൾക്കിപ്പോ സുജിത്ത് വാസുവിനെ കാണണം. ഉണ്ടാവും നിന്റെ ഒരെണ്ണം എടുക്കാൻ. അപ്പൊ മൊത്തം കുടിച്ചു പണ്ടാടങ്ങാൻ ഒന്നെണ്ണിയോ വാങ്ങോട്ട്. അടിപൊളി ദിവസമായിരുന്നു. മൂടാ പോയി. ഇവരോടെന്താ പറഞ്ഞ നീ? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല. ഒന്നവിടെ നിന്നേ. നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചേ? എന്ത് കാണിച്ചു നീ പറയണേ? നിങ്ങളോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒട്ടുക്കത്തെ ഒരു കുടി. നിങ്ങളല്ലേ ഈ പെങ്കൊച്ചിന് കള്ളു കൊടുത്തേ? ഞാനെന്നാ ഇവനെ കൊടുത്തത്. ഞാനൊന്നുമില്ല. അളിയനാണ് കോൺഫിഡൻസ് വരും ഒരെണ്ണം അടിക്കാൻ പറഞ്ഞത്. അതാണ് അമ്പിളി എടുത്ത് വിഴുങ്ങിയത്. ഇല്ല അമ്പിളി? എന്റെ അജിയെ, നിങ്ങളെ അത് ചെയ്യുള്ളൂ. സ്വന്തം ആദ്യരാത്രിക്ക് മൂക്ക് മുട്ട കുടിച്ചു വായനാറ്റം കൊണ്ട് കയറി വന്ന മനുഷ്യനല്ലേ നിങ്ങൾ? ആഹാ. എന്നിട്ട് തറ കടന്നല്ലേ നിങ്ങൾ ഉറങ്ങിയത്?
നുണക്കഥ പറഞ്ഞ് ചതിക്കായിരുന്നല്ലേ? ഈ കൊച്ചിന് എന്തെങ്കിലും പറ്റിയോ ആര് സമാധാനം പറയും? എന്റെ അമ്മ ഒരു സ്മോൾ അവന് കൊടുത്തെന്നുള്ള സത്യന്, പക്ഷെ കൊച്ചു കയറി കഴിക്കുന്ന നമുക്കറിയില്ല. ഇതിനെന്തെങ്കിലും പറ്റിയോ നീ സമാധാനം പറയോ? എല്ലാരും തൂകും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നോക്കട്ടെ. ഞാനും വരാം. നോക്ക്. ഇതൊരെണ്ണടിച്ചിട്ടുള്ള മൂടൊന്നല്ലടാ. സുജിത്ത് വാസു അതെ, എടുത്തോ, ബെഡ്റൂമിൽ എടുത്തിയോ. ഞാൻ പൊടിവെള്ളം കലക്കിട്ട് ചെല്ലേ കൂടെ തരാം. ജെല്ലിക്കുടി എന്തിനാ? ടോറി കൂടി തന്നാ മതി. പറയാൻ കേക്ക്, അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുണ്ടല്ലേ? ചേച്ചി നമുക്ക് കൊച്ചിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടായാലോ? അല്ലാണ്ട് എല്ലാരും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്തിനാ? അമ്മായി ഇവിടെ മോരിപ്പുണ്ടാ? ഓ അവന്റെ മോര്. കാര്യങ്ങൾ കയ്യിൽ പോയിട്ട് ഫസ്റ്റ് നൈറ്റ് എന്തായാലും നടക്കില്ല. അടുത്ത ദിവസം നോക്കാം. എന്റെ ദൈവമേ, ഞാൻ അപ്ലൈ പറഞ്ഞതൊന്നും വേണ്ടാന്ന്. ഇരിക്കണ ഇരിപ്പുണ്ടില്ല എന്റെ അമ്പിളി. ഈ സിനിമകളൊക്കെ വളരെ രസമായിട്ടാണ് അവരെടുത്തേക്കുന്നത്. വല്ലത് പറഞ്ഞിട്ടുണ്ടോന്ന്? ആരെ എനിക്കറിയാൻ പാടില്ല. ആളെന്നെ അറിയോ? ഞാൻ കേട്ടിട്ടും കൂടി ഇല്ലേ. ആ ടീ കൊച്ചേ, ആരാ ഈ സുജിത്ത് വാസു? വന്നിണ്ട് മാ വെച്ചെന്താണ്. താങ്ക് യു. നിങ്ങൾ ഇതില്ലേ കാണിക്കുന്നത്? എല്ലാം പോയി എല്ലാം പോയി. കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. കുറച്ച് വെള്ളം എടുക്കും, ഒരു നാരങ്ങ. അവിടെ കൊണ്ടുപോയിരുത്ത ആ കസേര എടുക്ക്. കസേര എടുക്ക്. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഇവിടെ ഓ താങ്ക് യു. അവക്ക് കൊടുക്കാം. അതൊന്ന് പിടിച്ച ചെറുനാരങ്ങ. അമ്പിളി ഓക്കെ ആണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? സുജിത്ത് വാസു ആരാ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ? അമ്പിളി എത്ര നാളായിട്ട് ഞാൻ അമ്പിളിയുടെ പുറകെ നടക്കുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ചെറുപ്പത്തിലുള്ള ഒരു പടം നമ്മൾ പണ്ട് എനിക്ക് കണ്ടിട്ടുണ്ട്, ഏറ്റവും ഇഷ്ടം പാലും പഴവും കയ്യിലേന്തി. ആ പടത്തിലുള്ളവരാണ് ഇവൻ. അമ്പിളി അത് നോക്കണ്ട, അതിനകത്തൊന്നുമില്ല, ഞാൻ അയച്ചതാ. മോര് മോരുമുളക് അമ്പിളിക്ക് കൊടുക്കണ്ടേ? ഈ ഒരെണ്ണം കൊടുത്ത് എന്റെ ക്ഷീണം അവിടെ മാറി. എത്ര വെച്ചിട്ടുണ്ടായിരുന്നല്ലേ? ശരിക്കും പറയും. 2.5 കഴിച്ചു. എന്താ നിന്റെ കുഞ്ഞൻ വരെ മോനില്ലേ ഒരു വെട്ടുള്ള സ്വഭാവത്തിന് കൊടുത്തുള്ളത്. ചാവാഞ്ഞ് നിന്റെ ഭാഗ്യം, മനസ്സിലായ? നീ അമ്പിളിക്ക് ഒരു ഫുൾ ഗ്ലാസ് വെച്ചെടുത്താ? കൈ വിറച്ചു ഒഴിച്ചപ്പം ഏതാണ്ട് ഫുൾ ഗ്ലാസ്. ഫുൾ ഗ്ലാസ് വരെ നിന്റെ കൈ വരച്ച് ഏതാണ്ട്. ഞാൻ തന്നെ തെറ്റിയത് എൻ്റെ അടുത്ത്. ഒരു കല്യാണമല്ലേ കഴിച്ചോളൂ. കൊടുത്താണ്ടല്ല ഇവൻ കുടിക്കുന്ന പോലെ കട്ടൻ ചായ കുടിക്കുന്ന പോലെ എല്ലാവരും കുടിക്കുന്നവന്റെ ധാരണ തരാട്ടാ എനിക്ക്. സൂപ്പറായിട്ടുണ്ട്. ബാ നീ അവളെ കൊണ്ട് റൂമിലേക്ക് പോയേ. വാ മോനെ, വിളിച്ചോണ്ട് പോ. അമ്പിളി വാ. ഇത് വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ്. കല്യാണം കഴിച്ചിട്ട് കല്യാണം പിന്നെ വെള്ളമൊക്കെ അടിച്ച് അവനുണ്ടല്ലോ, അവനെന്നെ ഒരു വഴിക്കായിട്ടുണ്ട്. അവനൊരു നാറിയ. എനിക്ക് അവരെ കാണണം. ആരെ? സുജിത്ത് വാസു. അല്ല അമ്പിളി, അത് പെട്ടെന്ന് എനിക്ക് അവരെ കാണണം. അതെ, ഈ ചതിച്ചു എന്ന് പറയുന്നത് വയറ്റിലെങ്ങാനും ഉണ്ടെന്നാണോ? അമ്പിളി വാ, നമുക്ക് മുറി പോയിട്ട് സംസാരിക്കാം. ഇന്ന് തന്നെ കാണണം. നിങ്ങക്ക് ആരാ വേണ്ടേ? വാ, ഞാൻ കൊണ്ടുപോവാ. ദേ, അവള് പറയുന്ന കേട്ടില്ലടാ. അമ്മ ഇങ്ങോട്ട് വന്നേ. അങ്ങോട്ട് വന്നേ. അമ്മ ഒന്ന് ആ വയറൊന്ന് മാറ്റിയേക്ക്. അമ്മ ഇവിടെ നടക്ക്. എന്ത്? ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറയട്ടെ. അമ്മ എവിടേക്കോണ കാര്യം പറയണത്? എടാ, നീ അവള് പറയുന്ന കേട്ടില്ലേ? അവളെ ഒരുത്തൻ ചതിച്ചൂന്ന്. അതെ, എനിക്ക് ഇന്ന് സത്യാവസ്ഥ അറിയണം. അമ്മയത് അവള് തമാശക്ക് വെള്ളടിച്ചിട്ട് പറയണതാണ്. ഒന്ന് ഷവറിന്റെ അടിയിലിട്ടാ തീരാവുന്ന പ്രശ്നമുള്ളൂ. നീ എല്ലാ ദിവസവും അവളെ ഷവറിന്റെ അടിയിലിടുവോ? ഇല്ലല്ലോ. ഇതേ ഞാനായിട്ട് ആലോചിച്ച് നടത്തിയ കല്യാണ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. സുജിത്ത് വാസുവിനെ കാണാൻ പോവാ. പോവാണ്. ഇപ്പൊ തന്നെ കാണാൻ പോയി. ഇപ്പൊ നടക്കില്ല. ശ്രീകുട്ടി കേറ്റി. നീ സുഹൃത്ത് വാസു എന്ന് വെച്ചാൽ അവൻ ചത്തെന്ന് പറഞ്ഞു. നീ നമ്മുടെ
നീ വരുന്നില്ലേ? നീ ഹാപ്പി ആയില്ലേ? അമ്മേ പോണെന്ന് നിർബന്ധമുണ്ടോ? എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വണ്ടി കേറാ. കേറിയല്ലോ അമ്പിളി. അവന്റെ സംസാരം നല്ല രസം. അൽത്താഫിന്റെ അമ്പിളി അമ്പിളി എന്ന് പറഞ്ഞിട്ട് വളരെ സൗമ്യമായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. സുജിത് വാസുവിനെ ഷാറുഖ് ഖാനെയൊക്കെ നാളെ രാവിലെ കാട്ടി തന്നാ മതിയോ? ഞാനിവിടെ പറഞ്ഞെടുത്തത് ചേച്ചി. ചില നേരത്ത് നിനക്ക് ഓർമ്മ ചേച്ചിക്ക് നല്ല ഓർമ്മയാണ്. താങ്ക് ഗോഡ്. അമ്മേ അതാ ഞാൻ പറഞ്ഞത്, നാളെ നേരം വെളുക്കുമ്പോഴേക്കേ എല്ലാം ഒന്ന് കലങ്ങി തെളിയും. എന്നിട്ട് പോരെ നമുക്ക് അങ്ങോട്ട് പോവല്. ഇപ്പൊ വെറുതെ ഡീസൽ കത്തിക്കണോ? അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അതെ, നീ ഒന്ന് വണ്ടി ഇറങ്ങിയ ഇറങ്ങ്. അമ്മ സീരിയസ് ആണ്. അമ്മ എല്ലാം കാര്യമായിട്ട്. അതെ, നിന്റെ അളിയൻ ബാക്കിലെ വണ്ടി കൊണ്ട് വരുന്നുണ്ടല്ലോ. നിനക്ക് പോണെങ്കിലേ ആ വണ്ടി കയറി പൊക്കോ. ഞങ്ങള് പൊക്കോളാട്ടാ. അജി മുന്നോട്ട് വന്നിരുന്നേ. നീ ഒറ്റയ്ക്ക് നിൽക്കുമല്ലോ അല്ല.